ചേലക്കരയിലെ മികവുറ്റ വിജയത്തിൽ വലിയ ആഹ്ലാദത്തിലാണ് LDF ക്യാമ്പ്. നമ്മോടൊപ്പം ഇപ്പോൾ LDF സ്ഥാനാർത്ഥി UR പ്രദീപും ഒപ്പം തന്നെ MP കെ രാധാകൃഷ്ണനും ചേരുകയാണ്. അവരോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. മികവുറ്റ വിജയം നേടാൻ സാധിച്ചു, ആശംസകൾ. നന്ദി, വളരെ നന്ദി. നിങ്ങൾ രണ്ടുപേരും കൂടെ റോഡ് ഷോ നടത്തുകയാണ്. മുൻപുണ്ടായിരുന്ന പല അപവാദങ്ങൾക്കും ഒരു മറുപടി തന്നെയാണല്ലേ ഇത്? ഒരു സംശയമില്ലല്ലോ, എന്തെല്ലാം നുണകൾ അവർ പറഞ്ഞുണ്ടാക്കി. മാധ്യമങ്ങൾ ഇതിപ്പോ കൂടിയല്ലോ എന്നാണ് ഞങ്ങളുടെ വിഷമം. എന്നാൽ ഞങ്ങൾ നടത്തിയ പ്രവർത്തനം വളരെ സത്യസന്ധമാണെന്ന് ജനം വിലയിരുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണിത്. വർഗീയമായി പോലും ജനങ്ങളെ തരംതിരിപ്പിച്ച് നുണ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. അതെല്ലാം ഞങ്ങൾ വളരെ ക്ഷമയോടുകൂടി ജനങ്ങൾ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും സത്യസന്ധമായി ഞങ്ങൾ ഇന്നലകളിൽ നടത്തിയ പ്രവർത്തനവും നാളെ നടത്താൻ പോകുന്ന പ്രവർത്തനവും ഞങ്ങൾ സത്യസന്ധമായി മുമ്പോട്ട് വെച്ചു. ജനം അത് വിശ്വാസമെടുത്തു. ഇപ്പോൾ വന്ന ഈ ഇലക്ഷൻ റിസൾട്ട് അത് തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു റിസൾട്ട് കൂടിയല്ലേ? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ കരുത്തേകുന്ന ഒരു റിസൾട്ടാണ് ചേലക്കരയെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് വിജയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിനെതിരായിക്കൊണ്ട് വിധിയെഴുത്താകും എന്ന് എല്ലാവരും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജനങ്ങൾ നല്ലപോലെ വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അങ്ങ് MLA ആയിരുന്നപ്പോൾ തുടങ്ങിവെച്ച പല പദ്ധതികളും പിന്നീട് കെ രാധാകൃഷ്ണൻ സാർ വന്നപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ സാർ തുടങ്ങിവെച്ചിട്ടുള്ള പദ്ധതികൾ ഇനി അങ്ങായിരിക്കുമല്ലേ പൂർത്തീകരിക്കുക? അതെ, എന്നിലുള്ള ഉത്തരവാദിത്വം അത് തന്നെയാണ്. രാധേട്ടൻ തുടങ്ങിയ കുറെ പദ്ധതികളുണ്ട്, അത് മുഴുമിക്കുക എന്ന് തന്നെയാണ് എന്നിലുള്ള ഉത്തരവാദിത്വം. അത് സമയബന്ധിതമായി അത് തീർക്കാനുള്ള എല്ലാ ഇടപെടലും എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ആദ്യം നടപ്പിലാക്കാൻ പോകുന്നത് ഏത് പദ്ധതിയായിരിക്കും? ഇല്ല, ഇവിടെ ആദ്യം അവസാനമില്ല. നമുക്ക് തുടങ്ങി വെച്ച് പലതിനും AS ലഭിച്ച് ടെൻഡർ ലഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചിലത് ടെൻഡർ നടപടികൾ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം അതിന്റെ പ്രിയോറിറ്റി അനുസരിച്ച് നോക്കി ചെയ്യുക എന്ന് തന്നെയാണ്. അത് ആദ്യ അവസാനമൊന്നുമില്ല. മണ്ഡലത്തിലെ പരമാവധി എല്ലാ വികസനങ്ങളും നേരത്തെ എത്തിച്ചു കൊടുക്കുക ഇത് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. 106 മുമ്പേ ഈ നാടിനെ അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാം. ഇപ്പൊ ഈ കാണുന്ന കണ്ടോ, ഇതൊരു വലിയ പരാതി ഉണ്ടായിരുന്നു ഗ്രാമീണ റോഡുകളെ പറ്റിയിട്ട്. മാത്രമല്ല, നിങ്ങൾ പാലക്കാട് പോയിരുന്നെങ്കിൽ പാലക്കാട് ഇതിനേക്കാൾ ദുരന്തമായിരുന്നു പല സ്ഥലത്തും. അത് കേരളത്തിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും നമ്മൾ ജൽജീവൻ മിഷന്റെ പദ്ധതി നടപ്പിലാക്കുകയാണ്. ആ ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് എല്ലാ റോഡുകളും പൊളിച്ചിട്ടുണ്ട്. ആ റോഡ് പുനർനിർമ്മിക്കാൻ വേണ്ട ആവശ്യമായിട്ടുള്ള ഫണ്ട് നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പം മിനിഞ്ഞാന്ന് MP-മാരുടെ കോൺഫറൻസ് മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയിരുന്നു. അതിൽ പറഞ്ഞു 17,400 കോടി രൂപയുടെ ഷോർട്ടേജാണുള്ളത്. ആ 17,400 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് നൽകണമെന്ന് MP-മാരോട് പാർലമെന്റിൽ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഗ്രാമീണ റോഡുകളിലെല്ലാം പണി പൂർത്തീകരിക്കാൻ കഴിയും. തീർച്ചയായിട്ടും അങ്ങനെ വലിയ ആഘോഷത്തിലാണ് LDF-ഉം LDF പ്രവർത്തകരും ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയും നിയുക്ത MLA-യുമായ UR പ്രദീപും ഒപ്പം MP ആയ കെ രാധാകൃഷ്ണനും. ക്യാമറാമാൻ ഷിബിൻ ബഷീറിനും സൂര്യൻ സജിക്കുമൊപ്പം പ്രവിത ലക്ഷ്മി, ചേലക്കര.